ഹലോ ഗായ്സ്, അപ്പൊ 3 മാസത്തിന് ശേഷം ഞാൻ ഇന്ന് നാട്ടിൽ പോവാണ്. ഇന്ന് എനിക്ക് ഡ്യൂട്ടി ഉള്ള ദിവസമായിരുന്നു. വൈകിട്ട് വരെ നിന്ന ട്രെയിൻ പോവല്ലോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ ഉച്ചയായപ്പോൾ അവിടെ നിന്ന് പോകുന്നതാണ് പാക്കൊക്കെ ചെയ്തത്. ഒട്ടും സമയമില്ല. 4:50 കൊച്ചുവേലിക്ക് പോകാനാണ് ഞാൻ റെഡി ആയത്. പക്ഷെ ആ ട്രെയിനിന്റെ സമയം മാറ്റിയത് ഞാൻ പിന്നീട് അറിഞ്ഞത്. ഇപ്പൊ 4:40 പോകുന്നത്. ഇറങ്ങുന്നതിന് മുന്നേ ആയിരുന്നു ഞാൻ ട്രെയിനിന്റെ സമയം മാറിയത് അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഒലയിലായിരുന്നു മെട്രോ സ്റ്റേഷനിലേക്ക് പോയത്. എന്റെ ബാഗൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ കുറെ നാളത്തേക്കാണ്, വെറും 3 ദിവസത്തേക്കാണ് കഴിച്ച് ഞാൻ വീട്ടിലേക്ക് പോകുന്നത്. സമയത്ത് തന്നെ ഞാൻ മെട്രോ സ്റ്റേഷനിൽ എത്തിയിരുന്നേ. ഇവിടുന്ന് 2 മിനിറ്റ് നിന്നപ്പോൾ തന്നെ മെട്രോ വന്നിരുന്നു. ചെന്നൈയിലെ പോലെ കുറച്ച് സ്റ്റേഷനൊക്കെ ബാംഗ്ലൂർ അണ്ടർഗ്രൗണ്ട് മെട്രോ ആണ്. അതാണ് ഗൈസ് ഇപ്പൊ ഞാൻ അണ്ടർഗ്രൗണ്ട് മെട്രോയിൽ കൂടെ പൊക്കോണ്ടിരിക്കുന്നത്. ഞാൻ ഇരുന്നില്ലായിരുന്നു കേട്ടോ. പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇരിക്കാതിരുന്നത്. പക്ഷെ ഞാൻ എത്തിയപ്പോഴത്തേക്കും മെട്രോ പോയി. പിന്നെ അടുത്ത വന്ന മെട്രോയിൽ കയറി ഞാൻ ഗൈസ് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഉള്ള വഴിക്ക് നടക്കാണ്. ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. നേരത്തെ പോകുന്ന ഞാൻ ഇവിടെ നേരത്തെ തന്നെ എത്തി ഗൈസ്. ട്രെയിൻ എടുക്കുന്നതിന് 10 മിനിറ്റ് മുന്നേ തന്നെ ഞാൻ ട്രെയിനിൽ ചാടി കയറിയിട്ടുണ്ട്. ഒന്നും കഴിക്കാതെ പോയതുകൊണ്ട് തന്നെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു സമോസയും ഒരു ഗുഡ് ഡേ ബിസ്ക്കറ്റും പിന്നെ ഒരു വെള്ളവും വാങ്ങിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഏതോ ഭാഷ പറയുന്ന 2-3 പേരും കൂടെ എൻ്റെ അടുത്തുണ്ടായിരുന്നു. അവരുടെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ ട്രെയിൻ പതുക്കെ നീങ്ങി തുടങ്ങി ഗൈസ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്ഥലം ഇതാട്ടോ. എനിക്ക് ട്രെയിനിൽ പോകാൻ ഏറ്റവും കാണാൻ ഇഷ്ടം ഈ സ്ഥലം. കിടക്കാൻ ഈ ഒരു മിൽക്ക് ഷേക്കും കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു. 10:30 ആയപ്പോഴേ എല്ലാവരും കിടന്നുറങ്ങിയായിരുന്നു. അപ്പൊ ഞാനും കിടന്നിരുന്നു. എൻ്റെ ഈ ഒരു ട്രിപ്പിൽ ചെയ്ത ഏറ്റവും വലിയ കാര്യം, ഞാൻ കായംകുളത്താണ് ഇറങ്ങിയത്. ഹരിപ്പാട് ഇറങ്ങേണ്ട ഞാൻ ഉറങ്ങി കായംകുളത്തെത്തി. വെയിറ്റ് ചെയ്ത് എൻ്റെ പപ്പ ഹരിപ്പാട് നിന്നപ്പോൾ ഞാൻ കായംകുളത്ത് ഇറങ്ങി വന്ന് ഇങ്ങനെ വായി നോക്കിയിരുന്നു. പപ്പായും വെയിറ്റ് ചെയ്ത് കുറേ നേരം ഇരുന്നു ഗൈസ്. ഇങ്ങനെ ഇരിപ്പായിരുന്നു. എൻ്റെ പണികളിൽ ആർക്കെങ്കിലൊക്കെ ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടായിരിക്കും. ഇതെന്റെ 2ാമത്തെ തൊട്ട് കേട്ടോ. ഒരു വട്ടം ഞാൻ പപ്പാടെ കൂടെ തന്നെ ഇറങ്ങിയത് കൊണ്ടിട്ട് പപ്പ ഒത്തിരി വഴക്കൊന്നും പറയുന്നില്ല എന്നെ. ശേഷം മാറി ഇറങ്ങിയത് കൊണ്ടിട്ട് ആകെ ഉണ്ടായ ഗുണം ഈ സൺറൈസ് കാണാൻ പറ്റിയതാണ്. അങ്ങനെ ഹരിപ്പാടൊന്നും പപ്പ എന്നെ കായംകുളത്ത് വിളിക്കാൻ വന്നു ഗൈസ്. അപ്പൊ എന്താ ആ കാണുന്നതാണ് ഗൈസ് എന്റെ പപ്പ. എന്റെ പപ്പ ഒരു ഭയങ്കര പാവാട്ടോ. എന്നെ ഇവിടെ വരെ വിളിക്കാൻ വന്നിട്ടും വഴക്കൊന്നും പറഞ്ഞില്ല. അങ്ങനെ നമ്മൾ 2ആളും വീട്ടിലേക്ക് പോകണം ഗൈസ്. ഇനി അവിടെ ചെന്നിട്ട് കാണാം. ബൈ ബൈ.